വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ. നമുക്കിന്നൊരു അടിപൊളി ദാൽ കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പയറ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, കറിവേപ്പില, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, നെയ്യുണ്ട്, ഉപ്പ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ സവോള, കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇതിലേക്ക് കറിവേപ്പില, 4 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിന് ചെറുതായിട്ട് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിൽ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ലാസ്റ്റ് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ടേക്കാം. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തവി വെച്ച് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലോട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇതിപ്പോൾ 1/4 കിലോ പയറ് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഉപ്പിട്ട് വേണമെങ്കിലും വേവിക്കാം. വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ക്വാണ്ടിറ്റി കൂടുതലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ പയറ് പരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരറ്റ്, തക്കാളി, പച്ചമുളകൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടി ഉപയോഗിക്കാം. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്നൊരു ദാൽ കറി. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.